ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ജാനുവരി 18 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. IREDA, SJVN, GMR and NEA seal partnership for 900 megawatt Upper Karnali hydro power project in Nepal. അപ്പോൾ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ഹാസ് ഫൈനലൈസ്ഡ് എ ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻറ്റ് വിത്ത് SJVN ലിമിറ്റഡ്, GMR എനർജി ആൻഡ് നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് 900 മെഗാവാട്ട് അപ്പർ കർണാലി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ഇൻ നേപ്പാൾ. അപ്പോൾ ആ ഒരു ഇലക്ട്രിക് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് നേപ്പാളിലെ ആ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടിയിട്ടൊരു എന്താ പറയുക പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവർ ജോയിൻറ്റ് വെഞ്ചർ ആയിരിക്കും ഇത്. അപ്പോൾ ദി സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ് എയിംസ് ടു സ്ട്രെങ്തൻ റീജിയണൽ എനർജി സെക്യൂരിറ്റി ആൻഡ് ആക്സിലറേറ്റ് റിന്യൂവബിൾ എനർജി ഗ്രോത്ത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അത് ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻറ്റ് ലേസ് ഔട്ട് എ കോംപ്രഹെൻസീവ് ഫ്രെയിംവർക്ക് ഫോർ പ്രൊജക്ട് ഡെവലപ്മെൻറ്റ്, കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് അണ്ടർ എ ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ വിത്ത് 25 years project term from the commercial operation date. അപ്പോൾ SJVN, GMR ആൻഡ് NEA നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റി എല്ലാം കൂടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് 900 മെഗാവാട്ട് അപ്പർ കർണാലി ഹൈഡ്രോ പവർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നേപ്പാളിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ലോക്പാൽ ഓഫ് ഇന്ത്യ സെലിബ്രേറ്റ്സ് എ ഫസ്റ്റ് ഫൗണ്ടേഷൻ ഡേ ഓൺ 16th January. അപ്പോൾ ദ ഫൗണ്ടേഷൻ ഡേ ഓഫ് ലോക്പാൽ ഓഫ് ഇന്ത്യ വാസ് ഹെൽഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ 16th January at Manekshaw Center, New Delhi, in the august presence of the Chief Justice of India, Sri Justice Sanjeev Khanna. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഫസ്റ്റ് ഫൗണ്ടേഷൻ ഡേ ഓൺ 16th January ഒബ്സർവ് ചെയ്തു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ശ്രീരാം ഹൗസിംഗ് ഫിനാൻസ് റീബ്രാൻഡ്സ് ആസ് എ ട്രൂ ഹോം ഫിനാൻസ്. അപ്പോൾ ശ്രീരാം ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി റീബ്രാൻഡ് ചെയ്തിരിക്കുകയാണ്, സ്വന്തം പേര് മാറ്റിയിട്ട് ട്രൂ ഹോം ഫിനാൻസ് ആയി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ശ്രീരാം ഹൗസിംഗ് ഫിനാൻസ്, എ ഹൗസിംഗ് ഫിനാൻസ് കമ്പനി ഇൻ ഇന്ത്യ, ഹാസ് റീബ്രാൻഡഡ് ആസ് എ ട്രൂ ഹോം ഫിനാൻസ്. ദ rebranding follows its acquisition by Warburg Pincus and co-investors including QIA, Qatar's sovereign wealth fund. Shriram Finance Group received an investment of 1,225 crore rupees, increasing the company's net worth to over 3,300 crore. അപ്പോൾ അത്രയും കോടി രൂപ കിട്ടിയപ്പോൾ 3,300 കോടിയായി അവരുടെ ടോട്ടൽ നെറ്റ്വർത്ത് എന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ട്രൂ ഹോം ഫിനാൻസ് ഈസ് ദ ന്യൂ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഓഫ് ദ കമ്പനി. ദ റീബ്രാൻഡിംഗ് അലൈൻസ് വിത്ത് ഇറ്റ്സ് വിഷൻ ഓഫ് എനേബിളിംഗ് ഹോം ഓണർഷിപ്പ് ആൻഡ് എൻഷുറിംഗ് ഫിനാൻഷ്യൽ ആക്സസിബിലിറ്റി ടു ഇൻഡിവിജ്വൽസ് അക്രോസ് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്സ്. അപ്പോൾ ട്രൂ ഹോം ഫിനാൻസ് എന്നാണ് പുതിയ പേര് ശ്രീരാം ഹൗസിംഗ് ഫിനാൻസിൻ്റെ. അപ്പോൾ ആ ട്രൂ ഹോം ഫിനാൻസിൻ്റെ MD ആൻഡ് CEO ആണ് രവി സുബ്രഹ്മണ്യൻ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്യാബിനറ്റ് അപ്രൂവ്സ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ തേർഡ് ലോഞ്ച് പാഡ്. അപ്പോൾ ക്യാബിനറ്റ്, സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് തേർഡ് ലോഞ്ച് പാഡിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ യൂണിയൻ ക്യാബിനറ്റ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി അപ്രൂവ്ഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ തേർഡ് ലോഞ്ച് പാഡ് അറ്റ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഓഫ് ISRO അറ്റ് ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. അപ്പോൾ ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിൽ തേർഡ് ലോഞ്ച് പാഡിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം, നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തേർഡ് പേജിലും കൂടി ഉണ്ട്, ചെറിയൊരു വാർത്ത മാത്രം ഈ ഒരു പേജിലുണ്ട്, ഇതും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സ്പാഡെക്സ് മിഷൻ revolutionizing space exploration. സ്പാഡെക്സ് മിഷൻ റെവല്യൂഷനൈസിങ് സ്പേസ് എക്സ്പ്ലോറേഷൻ. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ഇൻ എ ഹിസ്റ്റോറിക് അച്ചീവ്മെൻറ്റ് ദ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ്, സ്പാഡെക്സിൻ്റെ ഫുൾ ഫോമാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ്. Mission's docking operation was successfully completed on 16th January 2025, marking India's entry into the elite group of nations capable of executing space docking operations. With this success, India becomes the fourth country in the world to achieve the technological feat after Russia, China and USA.
അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. C-DOT and IIT Bombay sign agreement for optical transceiver chipset for high bandwidth 6G wireless links. അപ്പോൾ C-DOTും IIT ബോംബെയും എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ഒപ്റ്റിക്കൽ ട്രാൻസീവർ ചിപ്സെറ്റ് ഫോർ ഹൈ ബാൻഡ്വിഡ്ത്ത് 6G വയർലെസ് ലിങ്ക്സിന്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ടെലിമാറ്റിക്സ്, ദ പ്രീമിയർ ടെലികോം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് സൈൻഡ് ആൻ എഗ്രിമെൻറ്റ് with the Indian Institute of Technology Bombay for the development of a optical transceiver chipset for high bandwidth 6G wireless links. The agreement is signed under the Telecom Technology Development Fund 6G call for proposal from the Department of Telecommunications, Government of India. The aim of the project is to develop a chipset for high bandwidth free space coherent optical links. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ C-DOTും IIT ബോംബെയും എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ഒപ്റ്റിക്കൽ ട്രാൻസീവർ ചിപ്സെറ്റ് ഫോർ ഹൈ ബാൻഡ്വിഡ്ത്ത് 6G വയർലെസ് ലിങ്ക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡോക്ടർ മൻസുഖ് മണ്ഡാവിയ ചെയേഴ്സ് ഫസ്റ്റ് എവർ CSR റൗണ്ട് ടേബിൾ ഫോർ സ്പോർട്സ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ മൻസുഖ് മണ്ഡാവിയ ഫസ്റ്റ് CSR റൗണ്ട് ടേബിൾ അറ്റൻഡ് ചെയ്തിരിക്കുകയാണ് ഫോർ സ്പോർട്സ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ടു സ്ട്രെങ്തൻ ദ ഇന്ത്യൻ സ്പോർട്സ് ഇക്കോസിസ്റ്റം ഇൻ ഓർഡർ ടു ഹോസ്റ്റ് ദ 2036 ഒളിമ്പിക് ഗെയിംസ്, ഹോണറബിൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഡോക്ടർ മൻസുഖ് മണ്ഡാവിയ urged corporates to adopt one sport during the first ever corporate roundtable conference in the national capital. ഡൽഹിയിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ബാക്കി എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക് മെറ്റ് ലൈഫ് പാർട്ട്നേഴ്സ് വിത്ത് സാരസ്വത് കോപ്പറേറ്റീവ് ബാങ്ക് ടു ഓഫർ ഇൻഷുറൻസ് സൊല്യൂഷൻസ്. അപ്പോൾ ഇൻഷുറൻസ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് PNB മെറ്റ് ലൈഫ് സാരസ്വത് കോപ്പറേറ്റീവ് ബാങ്കായിട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുക, പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. PNB മെറ്റ് ലൈഫ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് PNB മെറ്റ് ലൈഫ് ഹാസ് ഫോർജ്ഡ് എ സ്ട്രാറ്റജിക് ബാങ്ക് അഷുറൻസ് പാർട്ട്ണർഷിപ്പ് വിത്ത് സാരസ്വത് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, വൺ ഓഫ് ഇന്ത്യസ് ലാർജസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് in India. This collaboration aims to enhance financial inclusion by offering a comprehensive suite of life insurance solutions including savings, protection, retirement and group plans to Saraswat Bank's extensive customer base of approximately 30 lakh individuals across 302 branches nationwide. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Puma India. Puma India teams up with the PV Sindhu to strengthen badminton presence. അപ്പോൾ ബാഡ്മിൻ്റൺ പ്രസൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്യൂമ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഫേമസ് ആണ്. അവർ PV സിന്ധുവായിട്ട് ടീമപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. PV Sindhu, the two-time Olympic medalist and badminton icon, has teamed up with the Puma India in a multi-year partnership, marking the brand's official entry into the badminton scene. This collaboration aims to tap into the sport's growing fan base of 57 million in India, positioning Puma to boost its presence in the country's rapidly expanding sports market. Through this partnership, Puma aims to inspire the next generation, particularly among India's youth, with a badminton's popularity soaring. 27.8 million Gen Z fans follow the sport, and active participation has risen 65% in the past 4 years. This collaboration will officially debut at the India Open 2025 in New Delhi, setting the stage for future developments in the sport. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ പ്യൂമ ഇന്ത്യ ടീമപ്പ് ചെയ്തിരിക്കുകയാണ് PV സിന്ധു ആയിട്ട്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. FICCI FICCI lowers India's growth projection from 7% to 6.4% for current financial year. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 25 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ FICCI FICCI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അവർ ഇന്ത്യയുടെ ഗ്രോത്ത് പ്രൊജക്ഷൻ 7% ഉണ്ടായിരിക്കുമെന്ന് പ്രൊജക്റ്റ് ചെയ്തതാണ്. അത് കമ്മിയാക്കിയിട്ട് 6.4 ഉണ്ടായിരിക്കുമെന്ന് അവരിപ്പോൾ
അതായത് പ്രൊജക്ഷൻ അവർ മാറ്റിയിരിക്കുകയാണ്. മുമ്പ് പ്രൊജക്റ്റ് ചെയ്തത് ഇപ്പോൾ മാറ്റിയിട്ട് 6.4% ആക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഇൻഡസ്ട്രി ബോഡി FICCI ലോവേർഡ് ഇന്ത്യാസ് ഗ്രോത്ത് പ്രൊജക്ഷൻ ഫോർ ദ കറണ്ട് ഫൈനാൻഷ്യൽ ഇയർ ടു 6.4% ഫ്രം 7% എസ്റ്റിമേറ്റഡ് ഏർലിയർ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ ബാങ്ക് അപ്പോയിൻറ്റ്സ് വിനോദ് കുമാർ ആസ് ന്യൂ MD ആൻഡ് CEO. അപ്പോൾ ഇന്ത്യൻ ബാങ്ക് വിനോദ് കുമാറിനെ അവരുടെ പുതിയ MD ആൻഡ് CEO, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ പറയുന്ന ഡീറ്റെയിൽസ്: ചെന്നൈ ഹെഡ് ക്വാർട്ടേഡ് ഇന്ത്യൻ ബാങ്ക്, അപ്പോൾ ഇന്ത്യൻ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ്, ഹാസ് അപ്പോയിൻറ്റഡ് വിനോദ് കുമാർ ആസ് ഇറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. കുമാർ ബ്രിങ്സ് 3 decades ഓഫ് എക്സ്പീരിയൻസ്. ഇത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ ഇന്ത്യൻ ബാങ്ക് വിനോദ് കുമാറിനെ MD ആൻഡ് CEO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക് അനൗൺസസ് അപ്പോയിൻമെൻറ്റ് ഓഫ് അശോക് ചന്ദ്ര ആസ് MD ആൻഡ് CEO. മറ്റൊരു അപ്പോയിൻമെൻറ്റ് റിലേറ്റഡ് ന്യൂസാണ്. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് അശോക് ചന്ദ്രയെ അവരുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക് announced that the government has approved the appointment of Canara Bank Executive Director Ashok Chandra as the Managing Director and CEO of Punjab National Bank for a period of 3 years. 3 വർഷത്തേക്കാണ് അതായിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം ബാക്കി ഡീറ്റെയിൽസ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.